അവരായിരുന്നു എന്റെ ധൈര്യമെന്ന് പടച്ചോനെ ഓരോ ഭക്തിനും അല്ലേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, റബ്ബേ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്യണം. എങ്ങനെ നീ കാരുണ്യം ചെയ്യണം? കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കാരുണ്യം കാണിച്ചതുപോലെ. ജനിപ്പിക്കുന്നതിന്റെ മുൻപേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച മാംസത്തെയും കൊണ്ട് അനങ്ങാതെ പിടയാതെ ഒന്ന് മലർന്നു പോലും കിടക്കാതെ ആഞ്ഞു വലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിലും വെരിക്കോസിന്റെ പെടച്ചിലും ഒരുമ്മ അനുഭവിച്ച കമാ റബ്ബയാനി സഗീറാ, ആ കാരുണ്യത്തോടുകൂടി ആ മകന് വേണ്ടി പകലന്തിയോളം ചോര നീരാക്കാനും വെയിലുകൊണ്ട് വേർപ്പ് പറ്റിക്കാനും സമ്പാദ്യത്തിൽ നിന്ന് ഒരു നല്ല ഭക്ഷണമോ വസ്ത്രമോ ധരിക്കാതെ ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്തവൈബുകളായി നല്ലൊരു വസ്ത്രം ധരിക്കാതെ ഒരു നല്ല കുപ്പായമിടാതെ ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച വാപ്പ കമാ റബ്ബയാനി സഗീറാ, ആ ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ച ആയിരക്കണക്കിന് സ്നേഹത്തിന്റെ പളുങ്കുകൾ നട്ടപ്പാതിര നേരത്ത് കിടന്നുറങ്ങുമ്പോ മൂത്രമൊഴിക്കുന്ന മകന് ആ മൂത്രത്തിൽ കിടക്കാതിരിക്കാൻ വാപ്പാന്റെ വെള്ളത്തുണി കീറി 5ഉം 10ഉം കഷണങ്ങളാക്കി കാത്തുവെച്ച ഉമ്മ ഓരോ രാത്രിയും ഉറക്കമൊന്ന് കെട്ടുമുറുകുമ്പോഴേക്കും മകന്റെ ഞരക്കവും കരച്ചിലും കേട്ട് ആ പൈതലിനെ എടുത്ത് മാറ്റിക്കടത്തി അവന്റെ അടിഭാഗത്ത് നിന്ന് ആ മൂത്രത്തിന്റെ തുണികൾ മാറ്റി വീണ്ടും ഉണങ്ങിയ തുണി വെച്ച് രാവ് പകലാക്കി നല്ലോണം ഉറങ്ങാൻ പോലും പറ്റാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ഏതൊരു സെക്കൻഡും എനിക്കില്ലെങ്കിലും റബ്ബേ എന്റെ മക്കൾക്ക് വേണം നാഥാ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉമ്മനെയും വാപ്പനെയോടും നമ്മൾ ഏറ്റവും മര്യാദക്കാണോ പെരുമാറിയത്? കവി പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. തൊട്ടിലാട്ടിയ കൈകൾ രാവുകൾ പകലാക്കി ഓരോ ഉമ്മമാരും ആട്ടിക്കൊണ്ടിരുന്ന തൊട്ടിൽ മക്കളൊന്നുറങ്ങാൻ ശീതീകരിക്കപ്പെട്ട റൂമില്ലാത്തൊരു കാലഘട്ടത്തിൽ, വാതിലടച്ചിടാൻ പോലും കെൽപ്പില്ലാത്തൊരു കാലഘട്ടത്തിൽ ഉത്തരത്തേക്ക് കെട്ടിത്തൂക്കിയ ഒരു കയറിൽ വാപ്പാന്റെ തുണി കെട്ടിവെച്ച് തന്റെ മകൻ അതിലേക്ക് കടത്തി ഹസ്ബി റബ്ബി സ്വല്ലല്ലാഹ് എന്നോരോ രാവും പാടി ആ കുഞ്ഞിനെ വലുതാക്കി കൊണ്ടുവന്ന ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ? തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ ഒരാഴ്ചന്റെ ഇടക്ക്? നമ്മക്കൊക്കെ ഇപ്പൊ എന്താണെന്നറിയാവോ, വാട്സപ്പ് സ്നേഹവും ഫേസ്ബുക്ക് ബന്ധവുക. മാതൃദിനൊക്കെ വരാൻ നിൽക്കുക. ചില മക്കളുണ്ട് ഉമ്മാന്റെ പേരുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പറയും, കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ കുടലായ എന്റെ പ്രാണന്റെ ഉമ്മാന്നൊക്കെ. സ്വന്തം ഉമ്മാനൊന്ന് പോയി നോക്കിയിട്ട് ചിലപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും. ഓരോന്നും നഷ്ടപ്പെട്ടു പോകുമ്പോഴാ അവരെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചായിരുന്നു, ധൈര്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അവര് നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാണ്ടായി പോകുമ്പോഴാ അവര് നമുക്ക് എത്ര ധൈര്യം തന്നവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നുപോയി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് കേട്ട് സംസാരിക്കാൻ ചെന്നതാ. ഉമ്മ പറയാണ്, ഞാൻ ഒറ്റക്ക് താമസിച്ചോളാം മക്കളെ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടില് തൊട്ടടുത്തൊരു കൊട്ടാരുണ്ടാക്കിയിട്ട് മകനും മാൻ അങ്ങോട്ട് കൂട്ടിയതാ. ഉമ്മ പറഞ്ഞു, ഞാനില്ല, എനിക്ക് ആരോടൊരു പരാതിയില്ല, മക്കളോട് പരാതിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ പഴയ തറവാട്ട് കിടക്കണം. വാപ്പ മരിച്ചുപോയതല്ലേ, അവിടെ കിടക്കട്ടെ ഞാൻ. അവസാനം ഇങ്ങനെ രഹസ്യമായിട്ട് ആ ഉമ്മാനൊന്ന് നമ്മൾ കണ്ട് സംസാരിച്ചു. അപ്പൊ ആ ഉമ്മ പറഞ്ഞൊരു കഥയാ. എന്നും ഓൻ തിരിച്ചു വരുമ്പോ ഞാൻ പോർച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കാത്തുക്കും. ഓൻ വന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അത് ഉമ്മാരെ മനസ്സെങ്ങനെയാ? ഓൻ വന്നാലേ എൻ്റെ മനസ്സൊന്ന് സമാധാനാവും. ചിലപ്പോൾ ഓള് കിടന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നൊരു കൂട്ടത്തില് ഞാൻ ഓൻ്റെ ബൈക്ക് നിർത്തുമ്പോൾ തന്നെ എനിക്കറിയാം ഓൻ്റെ കൈമൽ എന്തോ ഉണ്ട് എന്ന്. പക്ഷെ ഓനത് അവിടെ തന്നെ വെച്ചു. ഓൻ എന്നോടൊന്ന് മിണ്ടി അകത്തേക്ക് അങ്ങ് പോയി. പിന്നീട് ഉമ്മ പറയാണ്, പിറ്റേന്ന് നേരം വെളുത്തു, അവനോട് മറന്നുപോയതായിരിക്കും. ഞാൻ നേരത്തെ എഴുന്നേൽക്കും. ഞാൻ നോക്കുമ്പം എനിക്ക് തരാൻ മടിച്ചിട്ടാണോ എന്തോ ഓൻ വാങ്ങി വെച്ച സാധനം ഞാനത് എടുത്തുകൊണ്ട കൊടുത്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനേക്കാളേറെ അവൻ്റെ ഭാര്യൻ്റെ നോട്ടവും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബേജാറാക്കി. അപ്പൊ ആ മകനായിട്ട് സംസാരിച്ചപ്പോ പെണ്ണുങ്ങളെ പൂതിക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ അകത്തേക്ക് ഉമ്മനെ കാണിക്കാണ്ട് എടുക്കാന്ന് കരുതി എന്നൊക്കെ പറയുമ്പോൾ അതിറ്റ വലിയ സാധനമൊന്നുമല്ല, പരിപ്പ് വടയാ.
ഞാൻ ചോദിച്ചു, ഒരു പരിപ്പ് വട അമ്മമാർക്ക് തിന്നാൻ പറ്റിയാലെങ്കിലും കൈമ കൊടുത്താൽ മതി, അത് 6 കഷണാക്കിയിട്ട് പേരക്കുട്ടികൾക്കും കൊടുക്കും, ചിലപ്പോനെയും വിളിച്ചിട്ട് കൊടുക്കും, ഇങ്ങോട്ടും തിന്നോന്ന് പറയും. അതൊരു പരിഗണനയാണ്, അതൊരു സ്നേഹ, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഏകാന്തതയിൽ ചേർത്ത് പിടിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നലുണ്ടായ ഒരു മാതാപിതാക്കളും കരയൂല, ഒരു മനസ്സും വ്രണപ്പെടൂല. അതുകൊണ്ട് ഒരു മക്കൾ എന്ന നിലക്ക് നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് പെരുമാറി. നമുക്ക് പടച്ചോൻ തന്ന ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഘട്ടമായിരുന്നു അത്, ഒരു മക്കൾ എന്ന ഘട്ടം. ആ മക്കൾ എന്ന ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ സ്വഭാവം മാതാപിതാക്കളോട് നന്നാക്കിയിട്ടുണ്ട്. ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി കുത്തുവാക്ക് പറയുന്നവര്, സ്വന്തം മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാതെ ഏറ്റവും മോശമായി പെരുമാറി അവരുടെ ഉള്ളകം സങ്കടപ്പെടുന്നത്. ഇന്ന് എല്ലാവരും ചിന്തിക്കൽ എന്താണെന്നറിയാവോ? ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യം ഉണ്ടാകും. എല്ലാ മക്കളും നോക്കണം, അത് ഇസ്ലാമിക നിയമമാണ്. ഒരാളത് ചെയ്തിട്ടില്ല എന്ത് ചെയ്യും? നമുക്കത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഫലൻ യുഅഖിറല്ലാ, അള്ളാഹ് ദീർഘിപ്പിക്കൂല ഒരാൾക്കും അതിൻ്റെ പേരിൽ. ആയുസ് നീട്ടിയില്ല, കുറയ്ക്കയില്ല. മറ്റൊരു ഭാഗത്ത് അള്ളാഹ് പറഞ്ഞു, ഫമൻ യഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമലു മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരാള് അവന്റെ നിയ്യത്തിനനുസരിച്ച് നോക്കിയാൽ അവന് കൂലി കിട്ടും. ചിലരൊക്കെ ഇങ്ങനെ പരാതി പറയും, ഉമ്മാക്ക് 4 മക്കളാ, ഇവിടെ തന്നെയാ നിൽക്കുക, ഞാൻ തന്നെ നോക്കണം, മറ്റുള്ളവരൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയാറുണ്ട്, മക്കൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആ മക്കൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണമാണ് ആ സ്വഭാവം. എനക്ക് അമ്മാനെ നോക്കാനുള്ളൊരു മനസ്സ് പടച്ചോൻ തന്നത് അല്ല എനിക്ക് തന്നൊരു നിയമത്തുവാ. ആ നോക്കിയതിൻ്റെ കൂലിങ്ങി പറഞ്ഞു കളയരുത്. ഫമൻ യഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, നീ നിയ്യത്ത് നന്നാക്കി നോക്കുകയാണ്, എനിക്ക് അതിൻ്റെ കൂലി കിട്ടും. മറ്റൊരാൾ നോക്കാത്തതിൻ്റെ കുറവും ഇങ്ങി പറയണ്ട, കണക്കും ഈ നോക്കണ്ട. അത് അല്ല അവർക്ക് കൊടുക്കുന്നൊരു ശിക്ഷയാണ്. അല്ല ചിലർക്ക് സ്വഭാവം കൊണ്ട് ചില ശിക്ഷകൾ കൊടുക്കും, ചില പരീക്ഷണങ്ങൾ കൊടുക്കും. അവരിട്ടറിയില്ല ആ സ്വഭാവം എങ്ങനെയാന്ന്. നമ്മൾ പറയലില്ലേ, പറഞ്ഞതുപോലെ തന്നെയാണത്. എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ചില മനസ്സുണ്ടാവും. ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടാവും. എന്ത് കണ്ടാലും നെഗറ്റീവ്. ഒരാളോട് പോലും മാന്യമായിട്ട് പെരുമാറൂല, വേഗം കുത്തുവാക്ക് പറയാൻ, വേഗം തർക്കുത്തരം പറയാൻ. ഇതൊക്കെ അല്ല ചിലർക്ക് കൊടുക്കുന്നവരുടെ വൃത്തികെട്ട സ്വഭാവം. അതവർക്കുള്ള പരീക്ഷണ. ഏത് നല്ല കാര്യത്തിന്റെയും അടിയിൽ വന്നിട്ട് തോന്നിയാസേരിക്കുന്നവരെ കാണില്ല നിങ്ങൾ, അതല്ല അവർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണ. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ പടച്ചോൻ തന്ന ആദ്യത്തെ ഘട്ടം, നമ്മളെ മാതാപിതാക്കൾക്ക് മക്കൾ എന്നൊരു കാലഘട്ടം. ആ മക്കൾ എന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി തൻ്റെ മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയും സ്വഭാവവും. ആ സമാധാനത്തിലാണ് നമ്മളെ കയ്യിൽ നിന്ന് വാപ്പയും ഉമ്മയും തിരിച്ചു പോകുന്നതെങ്കിൽ ദുനിയാവിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. ഇമാം ഗസാലി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദുനിയാവിൽ വാപ്പൻ്റെ ഉമ്മൻ്റെയും പ്രാർത്ഥന തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾ തോറ്റുപോകില്ല. എന്തൊക്കെ നിങ്ങൾക്ക് തോൽവി അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരാത്യന്തികമായ സമാധാനം പടച്ചോൻ ആ മക്കൾക്ക് കൊടുക്കുന്ന. കാരണം അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചൊരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും. പകരം ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും മനസ്സിൻ്റെ വേദനയാണ് നമ്മളെ തലക്ക് മേലുള്ളെങ്കിലോ, എന്നാലും പടച്ചോനെ ഞാൻ എങ്ങനെ പോറ്റിയതാ ഓനെ, ഓനോടത് ചെയ്തല്ലോ എന്നുള്ളൊരു വാക്കാണ് ഉമ്മൻ്റെയും വാപ്പൻ്റെയും മനസ്സിലുണ്ടാവുന്നതെങ്കിലോ, എന്നാലും എൻ്റെ പടച്ചോനെ അവൾ എന്നോടങ്ങനെ ചെയ്താന്നല്ലോ എന്ന് ചിന്തിക്കുന്നൊരു മനസ്സാണ് ഉമ്മൻ്റെതെങ്കിലോ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്, ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലുമ്പം ഒരു ഉമ്മ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താണെന്നറിയാവോ? കയറി വന്നത് മോള, സ്വന്തം മകളാ. കാരണം ആ മകൾക്ക് മുൻപേ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നവളാ ആ ഉമ്മ. അന്ന് കയറി ചെന്ന വീട്ടിൽ ആ ഉമ്മയുടെ പേരിലുണ്ടായ ബേജാറ്, ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന വേദന, അവിടെയുള്ള ചില ആളുകളുടെ സംസാരം കൊണ്ട് മുറിഞ്ഞ മനസ്സ് ആ ഉമ്മാക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന പെൺമക്കളെ മനസ്സൊരിക്കലും ഞാൻ മുറിക്കൂല, ആ മനസ്സ് ഞാൻ വേദനിപ്പിക്കൂല എന്നൊരു ഉമ്മ തീരുമാനിക്കുന്നതാ ദീന്. അതാ കുടുംബത്തിലെ ദീന്. അല്ലാണ്ട് ആൾക്കാർ പറയും നല്ല ദീനി കുടുംബം, എന്താ ഉമ്മ ഫുള്ള് ഖുർആൻ ക്ലാസ്സിലാ, അതേ ഉമ്മാനെ കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു സ്വൈര്യല്ലെങ്കിൽ പിന്നെന്ത് ദീനാ? അത് ഞാൻ പറയലുണ്ട് ഒരു ദീന്. ഞാൻ ഷാദുലിപ്പള്ളിയിൽ കുത്തുബൊക്കെ കയറുമ്പോൾ ചില പിയാപ്പിളാരൊന്ന് കൈയടിച്ചിട്ട് അറിയും, അതെ നിങ്ങൾ പ്രസംഗിക്കുമ്പോഴേ പിയാപ്പിളാരൊക്കെ നല്ലോണം നോക്കാൻ വേണ്ടി ഒന്ന് പ്രസംഗിക്കണം കേട്ടോ, വളരെ ശക്തിയിൽ അതൊക്കെ ഒന്ന് പറയണമെന്ന്. ഞാൻ ചോദിച്ചു അതെന്താ, നിങ്ങളെ നോക്കലില്ലേ? അല്ല നോക്കാഞ്ഞിട്ടൊന്നുമല്ല, തിങ്കളാഴ്ച രാവിലെ ഓള് പറയും
എന്നാ ക്ലാസ് ഉണ്ട്, ഇവിടെ ക്ലാസ് ഉണ്ട്, ഓ. ചൊവ്വാഴ്ച പറയും മറ്റേ മൗലവിന്റെ ക്ലാസ് ഉണ്ട്, ഓ. ബുധനാഴ്ച പറയും മറ്റേതിന്റെ മീറ്റിംഗ് ഉണ്ട്, ഓ. വ്യാഴാഴ്ച പറയും അങ്ങോട്ട് ഇവിടെ പോകാനുണ്ട്. ഇക്കൊരക്കർക്ക് വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനില്ല. സ്വന്തം ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ടും കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടും ആ ദീന്. ഒരു കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ ആ കുടുംബം കൃത്യമായിട്ട് നിസ്കരിക്കുകയും നോമ്പുവൽക്കുകയും എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ഒരാളും മനസ്സ് വേദനിക്കുന്നില്ല പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും എന്നുറപ്പ് വരുത്തലാ ദീന്. ആ മനസ്സമാധാനം ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ കയറി വരുന്ന പെൺമക്കളോട് ഒരിക്കലും ആ കുത്തുവാക്ക് പറയൂല. ഒരു പെൺകുട്ടീന്റെ മനസ്സ് വേദനിപ്പിക്കൂല. നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ പടച്ചോന്റെ നരകത്തിന്റെ തീ വീഴുന്നതിന് ഹക്കായ ഒരു കാര്യത്തിനല്ലാണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വരരുത്. ദീൻ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഓള് കരയാണോ? കരഞ്ഞോട്ടെ. മോളെങ്ങിട്ട് പോകുന്നത് ശരിയല്ല. എന്നെ മോൻ കല്യാണം കഴിച്ചത് അവന് കാണാൻ വേണ്ടിയാ ഇപ്പൊ ധരിച്ചു പോകുന്നത്. അത് അത്ര നല്ലതല്ല മോളെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഓള് കരഞ്ഞോട്ടെ. അല്ലാതെ ഓളെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞതിന്റെ പേരിലും, നോമ്പിന് ആദ്യത്തെ 5ാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ വിളിക്കാൻ ഓളെ വാപ്പ വരാത്തതിന്റെ പേരിലും, ഓളൊന്നോളെ വീട്ടിൽ പാർക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പം പലഹാരം കുറഞ്ഞു പോയതിന്റെ പേരിലും, അതിന്റെ പേരിൽ ആവരുത് കുറ്റപ്പെടുത്തല്, അതിന്റെ പേരിൽ ആവരുത് സങ്കടപ്പെടുത്തല്. ആ ഹക്കായ നിലക്ക് കയറി വരുന്ന പെൺമക്കൾ ഇതൊരു കുടുംബത്തിന്റെ സമാധാന. അങ്ങനെ ഒരു ഉമ്മാക്ക് പടച്ചോൻ ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മരുമകളോട് മോശം പെരുമാറുന്നുണ്ടോ, അത് പടച്ചോൻ കണക്കോക്കിക്കോളും. അത് അള്ളാഹ് കണക്കോക്കിക്കോളും. അള്ളാഹ് പറഞ്ഞതല്ലേ അത്. പടച്ചോൻ അശ്രദ്ധനല്ല. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ 1000 മടങ്ങ് അവളുടെ വേദന അനുഭവിപ്പിക്കാൻ കഴിവുള്ള പടച്ചോൻ വാനലോകത്തിരുന്നത് കാണുന്നുണ്ടെങ്കിൽ, ഇത്രയേറെ കരൾ കൊടുത്ത് മരുമക്കളെ സ്നേഹിച്ചിട്ടും ആ പെൺകുട്ടിയുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ വേദന മതി മരിയക്കളെ നിങ്ങൾ അള്ളാന്റെ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടാൻ. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. അള്ളാഹ് പറഞ്ഞൊരു വാക്കാണത്. ആക്രമിക്കപ്പെട്ടവന്റെ വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദനയുടെ പ്രാർത്ഥനകൾ സൂക്ഷിച്ചോ. അവര് പടച്ചവനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ് കണക്കുവെക്കും. ഇനി കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് എങ്ങനെയാ ചിന്തിക്കേണ്ടത്? എങ്ങനെയുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഉമ്മാനൊന്ന് ഭയപ്പെടുത്താൻ, എനിക്ക് എൻ്റെ തനി സ്വഭാവം കാണിക്കാൻ നല്ല ചിലന്മാരാദ്യേ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്ന് പറയാറുണ്ട്, നല്ല മാതാക്കളും ഉണ്ട്, മോശം മാതാക്കളും ഉണ്ട്. മക്കളുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂടെ നിൽക്കുന്ന ചിലന്മാരുണ്ട്. ഈ പ്രേമം പോലെ തോന്നിയാസ കളികള്, വൃത്തികേടുകള്, ആഘോഷങ്ങൾക്കുള്ള വസ്ത്രധാരണങ്ങള്. ബാപ്പ പറയും മോളെ നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഉമ്മ പറയും നിങ്ങളൊന്നും ഉണ്ടാക്കിയേ, കുട്ടികളൊന്നും ചെയ്യാനേ ചെയ്യട്ടെ. ഉമ്മാന്റെ സപ്പോർട്ടോട് കൂടി വാപ്പാനെ പൊട്ടനാക്കി ജീവിപ്പിക്കുന്നവരുണ്ട്. എല്ലാ സൗകര്യം ഉമ്മ ചെയ്തു കൊടുക്കുക, എന്തിനുമ്മ ന്യായീകരിക്കുക. വാപ്പ ചോദിക്കാൻ വന്ന വാപ്പാനോട് ഉമ്മ സംസാരിക്കുക. എന്തിന്റെ പേരിൽ? ദീനിന്റെ ചിട്ടയുടെ പേരിലല്ല. അള്ളാനെ മറന്ന് ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം വീട്ടിൽ ചെന്ന് മകളെ ക്വസ്റ്റ്യൻ ചെയ്ത്, മോളെ അത് ശരിയല്ലട്ടോ, അത് പാടില്ലട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉമ്മ മറഞ്ഞു നിന്നിട്ടോളോട് പറഞ്ഞ് വാപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളകളാന്ന് പറയും, ഈ പോയിക്കോ മോളെ എന്ന് പറയും. ഒരു വാപ്പാന്റെ സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ടത് ഉമ്മാരാ. മക്കളെ വാപ്പാന്റെ ആയുസ് കൊണ്ട് അങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പങ്ങളെ ഫലം എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലേ? ആണിന്റെ തുണ നഷ്ടപ്പെട്ടു വെക്കണം. കിട്ടാവുന്ന സമ്പത്തിന്റെ ഒരാഴ്ചക്ക് ഞാൻ പറയാറുണ്ട്, ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു വാടക വീട്ടിലേക്ക് എത്തിയാൽ മതി. വാടക വീട്ടിലേക്കുള്ള പൈസ കൊടുക്കാൻ മാസാമാസം 5000 രൂപ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ 5000 കൊടുക്കേണ്ടി വരുന്നതിന്റെ പേരിൽ 1000 കുടുംബങ്ങൾ കണ്ണീരണിയുമ്പോ ഉള്ളതെല്ലാം ഊട്ടിയുരുക്കി ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മക്കളെന്നും കുടുംബമെന്നും പ്രതീക്ഷയോടുകൂടി ഒരു വാപ്പ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പം മക്കളോട് പറയണം, വാപ്പ എല്ല് വെള്ളമാക്കുന്നതും വാപ്പ ചോര നീരാക്കുന്നതും അത് സ്വദേശത്താണെങ്കിലും അങ്ങ് വിദേശത്താണെങ്കിലും മക്കളെ വാപ്പാന്റെ ഒരു ഉറുപ്പ്യക്ക് കോടിന്റെ വില കൊടുക്കണം മക്കളെ എന്ന് മാര് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞതും കല്യാണം കഴിപ്പിച്ചെടുക്കുന്ന വാപ്പാര് പറയുന്ന ഒരു വാക്കില്ലേ, എന്താ? ഞാൻ നിന്റെ മകളെ നിനക്ക് ഇണയാക്കി തുണയാക്കി തന്നു. ആര് പറഞ്ഞിട്ട്? അമറല്ലാ, പടച്ചോൻ പറഞ്ഞിട്ട്. പടച്ചോൻ എന്താ പറഞ്ഞേ? എന്റെ മകളെ കൊണ്ട് ആ കുടുംബം കണ്ണീര് കുടിക്കണം എന്നല്ല, എന്റെ മകളെ കൊണ്ട് ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടണം എന്നല്ല, എന്റെ മകളെ കൊണ്ട് ആ കുടുംബം തന്മ തെറ്റിപ്പിരിയണം എന്നല്ല.
ആ കുടുംബത്തിൽ എന്റെ മകള് കാരണം ഏട്ടനും അനിയനും വാപ്പയും ഇമ്മയും പെങ്ങന്മാരും ആങ്ങളാരും തമ്മിൽ തല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത വേദവാക്യുണ്ടല്ലോ, മീസാക്കൽ വലീല കരാറ് ചോദ്യം ചെയ്യപ്പെടും വാപ്പാരെ. നിങ്ങൾ കൈ പിടിച്ച് പറഞ്ഞ വാക്കെന്താ? അല്ല പറഞ്ഞതുകൊണ്ട് നിന്റെ മോളെ ഞാൻ എനിക്ക് തരുന്നു. നിന്റെ കുടുംബം ഉണ്ടാക്കാൻ നിന്റെ മകളെ കൊണ്ടൊരിക്കലും നീ അകലൂല. എണയും തുണയുമായി നിന്റെ കുടുംബത്തിന്റെ ബർക്കത്തായിട്ടാണ് ഞാൻ നിന്റെ മോളെ തരുന്നത്.